ഡിസംബർ 25, 2023 അന്നായിരുന്നു നമ്മൾ വൈഭവം സ്കൽപ്പത്തറു ഓപ്പൺ ചെയ്തത്. വൈഭവം സ്കൽപ്പത്തറു നമ്മൾ ഓപ്പൺ ചെയ്തത് ചെറിയൊരു ഉദ്ദേശത്തോടു കൂടി ആയിരുന്നു. അല്ലാതെ വെറും ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാം, പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിനും ഇത്രയൊരു ബിസിനസ് പൊട്ടൻഷ്യൽ ഉണ്ടാകും, ആ ഒരു കാഴ്ചപ്പാടുകൊണ്ട് മാത്രമല്ല. അതുണ്ട് തീർച്ചയായിട്ടും, അതില്ലാന്നില്ല. പക്ഷേ വളരെ രുചികരമായ വെജിറ്റേറിയൻ ഭക്ഷണം ജനങ്ങളുടെ ഇടയിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, ആ ഒരു ശ്രമവും ആ ഒരു ആഗ്രഹവും കൂടിയായിരുന്നു ഇതിൻ്റെ പിന്നിൽ. വെജിറ്റേറിയൻ ഭക്ഷണം പൊതുവെ നമ്മുടെ വയറിന് വളരെ അനുകൂലമാണ്, വളരെ ഹെൽത്ത് പരമായിട്ട് നല്ല ബെനിഫിറ്റ്സ് ഉള്ളൊരു ഐറ്റം കൂടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് പലരും ദോശയായാലോ, അതായത് അല്ലെങ്കിൽ സദ്യ ആയാലോ, അങ്ങനെ ലഘു ഭക്ഷണങ്ങളായാലോ വെജിറ്റേറിയനിൽ അതൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. പക്ഷേ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് നമുക്കൊരു രുചികരമായ ഒരു പ്രിഫേർഡ് ചോയ്സ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റുമോ, ആ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അതിനുത്തരമായിട്ടാണ് നമ്മൾ വൈഭവം സ്കൽപ്പത്തറു ലോഞ്ച് ചെയ്തത്. സോ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, തന്തൂർ ഐറ്റംസും നോർത്ത് ഇന്ത്യൻ ഡിഷസും ചൈനീസ് ഐറ്റംസും ഒക്കെയാണ്. സൗത്ത് ഇന്ത്യൻ സദ്യ, അതേപോലെ വളരെ വെറൈറ്റി ആയ ദോശ ഐറ്റംസൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വളരെ നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇതൊരു വെജിറ്റേറിയൻ റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ ആ ഒരു വെജിറ്റേറിയനിസമിൻ്റെ ഒരു റെവല്യൂഷൻ കൂടിയും കൊണ്ടുവരാൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് മൊത്തത്തിൽ ജനങ്ങളുടെ ഹെൽത്ത് പരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് രുചികരമായ ഭക്ഷണത്തിനൊപ്പം ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടിയും ഉൾപ്പെട്ട ഒരു മെനു ആയിരിക്കണം. അതായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ളൊരു ഉദ്ദേശം. ഈ ഉദ്ദേശം ഏത് നിലയിൽ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി, ഞങ്ങളെക്കാളും കൂടുതൽ അത് കസ്റ്റമേഴ്സാണ് തീരുമാനിക്കേണ്ടത്. കസ്റ്റമേഴ്സ് അത് നല്ല രീതിയിലാണത് അക്സെപ്റ്റ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വീണ്ടും ഒന്നുകൂടെ, നാളെ 25 ഡിസംബറാണ്, യേശുക്രിസ്തു ജയന്തിയാണ്. വളരെ നല്ലൊരു ദിവസമാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി. ഇതുവരെ എല്ലാ കസ്റ്റമേഴ്സിനോടും നമ്മളെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. അതേപോലെ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആ ഒരു റിക്വസ്റ്റോടുകൂടിയും ഞാനിത് പറഞ്ഞ് നിർത്തുകയാണ്.